നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ CJ റോയ് എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്തത്? CJ റോയ് ആത്മഹത്യ ചെയ്തതും വിജയ് മല്യ നാട് വിട്ടതുമൊക്കെ തന്നെ ഒരൊറ്റ തുമ്പിൽ നിന്നാണെന്ന ചില നിഗമനങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. CJ ജോയ് അവിചാരിതമായി ജീവനൊടുക്കിയതോ പൊടുന്നനെ IT ഉദ്യോഗസ്ഥരുടെ ഭീഷണി മൂലം ജീവനൊടുക്കിയതോ അല്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പദ്ധതിയോടുകൂടി ആസൂത്രണം ചെയ്തു തന്നെയായിരുന്നു. താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ തൻ്റെ സമ്പാദ്യമൊക്കെ തന്നെ ഒരു ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ തകരുന്നത് തനിക്ക് കൺമുന്നിൽ കാണേണ്ടി വരുമെന്ന ഭയമാണോ അദ്ദേഹത്തെ അലട്ടിയത്? നിലവിൽ BJP സർക്കാരിനെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും ശക്തമായ മുറവിളി കൂട്ടുന്ന പൊതുജനം മനസ്സിലാക്കേണ്ടത് ഇത് കേന്ദ്ര സർക്കാരിനെ അല്ല പണി വന്നിരിക്കുന്നത് UAE നിന്നാണ്. UAE സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊരു റെയ്ഡും പിന്നീടുണ്ടായ നീക്കങ്ങളും ഏറ്റവും ഒടുവിൽ ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് ചില സംശയം ഉയരുന്നത്. ആത്മഹത്യയിൽ പോലും പല ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ ഉയരുന്നു. ബലിസ്റ്റിക് പരിശോധനാ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നാലേ ഇതൊരു ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കാൻ പോലും കഴിയുമെന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ കാഞ്ചി വലിച്ചത് മറ്റാരെങ്കിലുമാണോ? അതിലൊക്കെ തന്നെ ദുരൂഹത നിലനിൽക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് സംഘം എന്തിന് റെയ്ഡ് നടത്തി? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ബംഗളൂരുവിലെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്താൻ അവിടുത്തെ IT സംഘമില്ലേ എന്നൊരു ചോദ്യം ഏവരും ഉയർത്തിയിരുന്നു. കുടുംബമടക്കം ആക്ഷേപം ഉന്നയിച്ചതും ഈ വിഷയമായിരുന്നു. പക്ഷേ അതിലും കാരണമുണ്ട്. ബംഗളൂരുവിൽ തന്നെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആദായ നികുതി വകുപ്പ് ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് കൊച്ചിയിൽ നിന്നും സംഘം എത്തിയെന്ന് ചോദിച്ചാൽ, റെയ്ഡ് വിവരം ബംഗളൂരുവിൽ ചോരാതിരിക്കാനായിട്ടാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘത്തെ നിയോഗിച്ചത്. IT വകുപ്പിന് കീഴിൽ സാമ്പത്തിക ബാങ്കിംഗ് കേസുകൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് കൊച്ചിയിലെ ഓഫീസാണ്. ഇതിനുള്ള ഉദാഹരണങ്ങൾ നേരത്തെയും ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. മദ്യവ്യവസായിയായ വിജയ് മല്യ പ്രതിയായിട്ടുള്ള കേസ് ബംഗളൂരു യൂണിറ്റാണ് അന്വേഷിച്ചത്. അവർക്ക് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കൊച്ചി ഓഫീസായിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണം അത് അവരുടെ നടപടിക്രമം മാത്രമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ സാധിക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. IT റെയ്ഡുകൾ ദിവസങ്ങളോളം ഒരുപക്ഷെ നീണ്ടുപോയേക്കാം. പലയിടത്തും നാം അത് കണ്ടിട്ടുണ്ട്. പല പ്രമുഖ വ്യവസായികൾക്കും ഈ റെയ്ഡുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നത് ഒരു റെയ്ഡായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇതിന് പിന്നിൽ പലവിധ വിഷയങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൻ്റെ സമ്മർദ്ദം മൂലം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജീവനൊടുക്കി എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ അതിന് പിന്നിൽ നാം മനസ്സിലാക്കാത്ത പലവിധ വിവരങ്ങളുണ്ട്. ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ, ഏറെക്കാലമായി ഈ രംഗത്ത് വലിയ പരിചയമുള്ള, അനുഭവ സമ്പത്തുള്ള, ഏറെ രാജ്യങ്ങളിൽ യാത്ര നടത്തിയിട്ടുള്ള, പല രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥകൾ അറിയാവുന്ന ഒരു വ്യക്തി കേവലം ഒരു IT ഉദ്യോഗസ്ഥർ വന്ന് റെയ്ഡ് നടത്തുമ്പോൾ അങ്ങ് ആത്മഹത്യ ചെയ്യുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ മടിയിൽ കനമില്ലാത്തവൻ എന്തിനു ഭയപ്പെടണം, എന്തിനെ ഭയക്കണം? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഒരു ഭാഗത്തു കൂടി ചോദിക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള ഉത്തരം തന്നെയാണ് ആ പണി ഇന്ത്യയിൽ നിന്നുള്ളതല്ല, പുറം രാജ്യത്ത് നിന്നുള്ളതാണെന്നുള്ളതിന് കൂടുതൽ ആക്കം പകരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പൂർണ്ണമായി നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയാനും അന്വേഷിക്കാനുമുള്ള ഒരു കരാറിലേക്ക് ഇന്ത്യയും UAEയും എത്തിയിരുന്നു. ആ കരാർ നടപടികൾ നിലവിൽ കൂടുതൽ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടപടികൾ കർശനമാക്കുമ്പോൾ NRI വ്യവസായികളെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല സംരംഭകരെയും ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസമായിരുന്നു ദുബായിൽ പുതിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉദ്ഘാടനവും മറ്റ് പരിപാടികളുമായി അദ്ദേഹം ഏറെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏറെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ തന്നെ വലിയ വിലങ്ങുതടിയായി മാറുന്ന ഒരു കരാറായി ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. CJ റോയിയെയും ഈ വിഷയം, ഈ കരാർ സാരമായി തന്നെ ബാധിച്ചിരുന്നുവെന്നാണ് ഈ മേഖലയിലുള്ളവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത്, ഇത്തരം കേസുകളിൽ വെട്ടിപ്പ് കണ്ടെത്തിയാൽ പിഴ ഈടാക്കാമെന്നല്ലാതെ IT വകുപ്പിന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഒന്നും തന്നെയില്ല. അറസ്റ്റ് ഭയന്ന് ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുമ്പോഴുണ്ടാകുന്ന മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ ഒരു നരേറ്റീവ് ഒരു ഭാഗത്ത് ഉയർന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ IT വകുപ്പിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം ഇതായിരുന്നില്ല. CJ റോയിയുടെ ഈ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നിലുള്ള
കാരണമായി നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സഹകരണ കരാർ നടപടിയാണ്. വിദേശ നിക്ഷേപങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി 2018 ഉഭയകക്ഷി കരാർ പ്രകാരം യു എ അധികൃതർ ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു. യു എയുടെ സഹായം അനുസരിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സ്രോതസ് അവർക്ക് വിട്ടു നൽകാനായി സാധിക്കും, അവരെ സഹായിക്കാനായി കഴിയും. ഈ വിഷയം റോയിയെ വലിയ പ്രതിസന്ധിയിലാക്കിയെന്നാണ് പറയുന്നത്. റോയിയെ നിലവിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ബാങ്കിംഗ്, നിയമ, സാങ്കേതിക വിദഗ്ധരുൾപ്പെട്ട ഒരു സംഘമാണ്. കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഡാർക്ക് ഡീൽ ഉണ്ടെന്ന ആരോപണമായിരുന്നു IT വകുപ്പിന് മുന്നിലേക്ക് എത്തിയത്. നികുതി വെട്ടിക്കാൻ വേണ്ടി വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടിനെയാണ് ഡാർക്ക് ഡീൽ എന്ന് പറയുന്നത്. സ്വർണ്ണ വ്യാപാരികളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും ഒക്കെ തന്നെ ഇത്തരം ഡാർക്ക് ഡീലുകൾ നടത്താറുണ്ട് എന്നാണ്, അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ബിസിനസ് ലാഭമാണ് യു എയിൽ നിക്ഷേപിക്കുന്നതെന്നാണ് റോയി കൊടുത്ത വിശദീകരണം. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ബിസിനസ് ലാഭം എത്ര എന്നൊരു ചോദ്യം യു എ ഗവൺമെൻറ്റിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ലാഭം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് യു എ ഗവൺമെൻറ് സ്വാഭാവികമായും ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയോട് ചോദിക്കും. അതേക്കുറിച്ചുള്ള വ്യക്തത തേടാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ ശ്രമിച്ചിട്ടുള്ളത്. യു എ ആകട്ടെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടി മുന്നോട്ട് നീങ്ങിയതാണ് മാസങ്ങളായി കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിൻ്റെ ഈ പരിശോധനയ്ക്ക് കാരണമായി മാറിയതെന്നാണ് നിലവിലുള്ള ആക്ഷേപം. യു എ അവരുടെ ആൻറ്റി മണി ലോണ്ടറിംഗ് നിയമം 2025 10-ാം നമ്പർ ഫെഡറൽ ഡിക്രി വഴി പരിഷ്കരിച്ച് കൂടുതൽ കർശനമാക്കി മാറ്റി. അതായത് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സംഭവിച്ച മാറ്റങ്ങളാണ് കൂടുതൽ ഗുരുതരമാക്കിയത്. നിക്ഷേപം നിയമപരമല്ല എന്ന സംശയം അവർക്കുണ്ടായാൽ ആ രാജ്യത്ത് നടത്തിയിട്ടുള്ള സകലമാന ഇൻവെസ്റ്റ്മെൻറ്റുകളും തിരിച്ചു പിടിക്കാൻ ഈ കരാറിലൂടെ അവർക്ക് കഴിയും. ആദായ നികുതി വകുപ്പ്, പോലീസ് തുടങ്ങി എല്ലാ നിയമ സംവിധാനങ്ങളെയും അവരുടെ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ യു എക്ക് സാധിക്കും. അങ്ങനെ അവരെ വിട്ടു നൽകാൻ ഈ കരാർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥരുമാണ്. കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ, അതായത് ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ക്രിമിനൽ സംഘങ്ങൾ മറ്റു പല രാജ്യങ്ങളിലും അഭയം പ്രാപിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. പിന്നീട് ഏറെക്കാലമായിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ മാത്രമേ അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഈ കാലതാമസം വളരെ കുറയ്ക്കാനും വളരെ എളുപ്പത്തിൽ ഇത് നടപ്പിലാക്കാനും വേണ്ടി തന്നെയാണ് ഇത്തരം കരാറുകളെ ഇന്ത്യ ആശ്രയിച്ചിരിക്കുന്നത്. വിജയ് മല്യയെക്കുറിച്ചുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നീരവ് മോദിയെക്കുറിച്ചുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ തേടുന്ന ഭീകരരെക്കുറിച്ചുള്ള, പന്നുവിനെക്കുറിച്ചുള്ള വിവരം നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ പല വിദേശ രാജ്യങ്ങളിലും അഭയം തേടുന്ന പലരെയും തിരികെ എത്തിക്കാനും അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുമൊക്കെയുള്ള ഒരു എളുപ്പമാർഗമായി നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിൽ തിരിച്ച് യു എ നടത്തിയൊരു നീക്കം തന്നെയാണ് CJ റോയിയുടെ മരണത്തിന് കാരണമായതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ യു എ അവിടെയും ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കി നൽകും. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ വളരെ രഹസ്യമായി തന്നെ മറ്റു രാജ്യത്തിന് കൈമാറും. ഇതാണ് ഒരു നടപടിക്രമം. ആ രാജ്യത്ത് നടത്തിയിട്ടുള്ള മുതൽ മുടക്കിൻ്റെ റിക്കവറിക്ക് പോലും ഇതര രാജ്യത്തിന് ചെയ്യാനായി കഴിയുന്ന രീതിയിലാണ് ഈ കരാറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ സ്വത്തുവക തിരിച്ചു പിടിക്കാനായി നമുക്ക് യു എയിൽ റവന്യൂ റിക്കവറി നടത്താൻ കഴിയും എന്നുള്ളത് ഒരു ഉദാഹരണം. തിരിച്ചും അവർക്കതിന് സാധിക്കും. അതുതന്നെ ആയിരിക്കണം CJ റോയിയെ ഭയപ്പെടുത്തിയത്, അലട്ടിയത് എന്ന് വേണം കരുതേണ്ടത്. നിക്ഷേപങ്ങളിൽ രാഷ്ട്രീയം, സിനിമ തുടങ്ങിയ മേഖലയിലുള്ളവരുടെ പണം അടക്കം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. അന്വേഷണ വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെ രണ്ട് രാജ്യങ്ങളും എന്തായിരുന്നാലും കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലുകൾ യു എക്ക് കൈമാറിയതോടെ വിദേശത്തുള്ള ആസ്തികൾ അടക്കം കണ്ടുകെട്ടപ്പെടാം എന്നുള്ള ഭീതി ഒരു കൂട്ടം പ്രമുഖ സംരംഭകരെ ബാധിച്ചിട്ടുണ്ട്. അതുതന്നെ ആയിരിക്കണം CJ റോയിയെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് ഈ മേഖലയിൽ തന്നെയുള്ളവരുടെ ഒരു അനുമാനം. റോയിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷിക്കുന്നതും അതുതന്നെയാണ്. വ്യക്തിപരമായ മറ്റു പല പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. റോയിയുടെ ആത്മഹത്യയിലെ ദുരൂഹത നീക്കാൻ വേണ്ടി തന്നെയാണ് കർണാടക CID വിഭാഗം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആത്മഹത്യ എന്നുള്ള കാര്യം ആദ്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മറ്റു നടപടി. CCTV ദൃശ്യങ്ങളിലും ബലിസ്റ്റിക് പരിശോധനാ റിപ്പോർട്ടിലുമൊക്കെ തന്നെ ഇക്കാര്യം വ്യക്തമാകും. എത്ര അകലത്തു നിന്നും വെടിയേറ്റു, ഇനി മറ്റാരെങ്കിലും വെടിവെച്ചതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബലിസ്റ്റിക് പരിശോധനാ ഫലത്തിലൂടെ മാത്രമാണ് തെളിയിക്കാനായി കഴിയുന്നത്. അതിനുശേഷമാകും ആത്മഹത്യ എന്ന രീതിയിൽ അന്വേഷണം കൊണ്ടുപോകുന്നത്. നിലവിൽ അസ്വാഭാവിക മരണം തന്നെയാണ്, അതേക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡിനിടയിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ആത്മഹത്യ ചെയ്ത ഈ കേസിൽ മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വന്നു എന്ന വാർത്തയും നേരത്തെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് റോയിയുടെ ഡയറിയാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്.
കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും അവരെ വഞ്ചിക്കരുതെന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഡയറി കുറിപ്പിൽ പ്രതിപാദിക്കുന്നത്. സുജയ് റോയിയുടെ ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ മുൻകൂട്ടി തന്നെ പ്ലാനിട്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ തനിക്കത് ചെയ്യേണ്ടി വരുമെന്ന് സുജയ് റോയ് കണക്കുകൂട്ടിയിരുന്നു. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നെന്നും വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നുമാണ് ഈ കുറിപ്പിൽ പറയുന്നത്. പണം നൽകാനുള്ളവരുടെ വിവരങ്ങൾ, കമ്പനിയെ എങ്ങനെ നയിക്കണം, ആരായിരിക്കണം കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെടുന്നു. 9 പേജുകളായി എഴുതിയിരിക്കുന്ന കുറിപ്പാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ റോയി ആത്മഹത്യയ്ക്ക് പദ്ധതിയിട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജനുവരി 31 സഹോദരനെ വിളിച്ച സംഭവം. അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് റോയി സംസാരിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമായിരിക്കുമെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിലാകട്ടെ റോയിയുടെ നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് നിന്നും വെടിയുണ്ട കണ്ടെത്തി. 6.35 മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ടയാണ് ശരീരത്തിൽ തുളച്ചു കയറിയത്. ശരീരഭാഗങ്ങളും വെടിയുണ്ടയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ചട്ടം ലംഘിച്ചാണ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി പരിശോധന നടത്തിയെന്നാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് MD ആയിട്ടുള്ള TA ജോസഫ് കൊടുത്ത പരാതിയിൽ പറയുന്നത്. അതിനുള്ള വ്യക്തത കൂടി തന്നെയാണ് IT ഉദ്യോഗസ്ഥർ നേരത്തെ നടത്തിയ നടപടിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും മൊബൈൽ ഫോണുകളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട്. നിലവിലെ അന്വേഷണത്തെക്കുറിച്ചുള്ള തൃപ്തി കുടുംബം പങ്കുവച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും കൂടുതൽ പ്രതികരണങ്ങൾക്ക് നിലവിൽ അവർ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഏറെ ദിവസമായി റോയി വളരെ സമ്മർദ്ദത്തിലായിരുന്നു. അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സമ്മർദ്ദം ഉണ്ടായതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങുമെന്ന പ്രതീക്ഷ SITക്കുണ്ട്. IT ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ ഭാഗമായി പിന്നെയും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് ഈ മരണത്തിന് കാരണമെന്ന ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മരണത്തിന് തൊട്ട് മുൻപ് റോയിയും റെയ്ഡിനെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥരും തമ്മിൽ സൗഹാർദ്ദപരമായി സംസാരിച്ചിരുന്നു. അവർ തമ്മിൽ വഴക്കോ തർക്കമോ ഉണ്ടായിട്ടില്ല. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ തന്നെ വ്യക്തമാകുന്നുണ്ട്. സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല എന്ന കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. എന്തായിരുന്നാലും കുടുംബാംഗങ്ങളെ ആയിരിക്കും അടുത്ത ഘട്ടത്തിലായി SIT ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇനി എടുത്തു പറയേണ്ടത് റോയ് ഓഫീസിലെത്തിയ സമയം. അതിനെക്കുറിച്ച് പോലും വൈരുദ്ധ്യം നിലനിൽക്കുന്നു. അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നൊരു വിഷയവും അവിടെ തന്നെയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ റോയ് ഓഫീസിലെത്തിയെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ വൈകിട്ട് 3 മണിയാണെന്ന് സഹപ്രവർത്തകൻ TJ ജോസഫ് പറയുന്നു. വെടിവെച്ച് ഒന്നും കേട്ടിട്ടില്ലെന്ന അവകാശവാദങ്ങളാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. നിറയൊഴിച്ചിട്ട് പോലും അതിൻ്റെ ശബ്ദം ആരും കേട്ടിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ നിലയിൽ കണ്ടെത്തിയത്? അങ്ങനെയൊക്കെയുള്ള നിരവധി സംശയം ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുകയാണ്. വെള്ളിയാഴ്ച ഓഫീസിൽ റെയ്ഡല്ല നടത്തിയതെന്നും റോയിയുമായി തർക്കങ്ങളില്ല എന്നും ഉദ്യോഗസ്ഥരും തറപ്പിച്ചു പറയുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ സമ്മർദ്ദം കൊടുത്തത്? അഡീഷണൽ കമ്മീഷൻ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് റോയിയുടെ സഹോദരൻ ആരോപണം ഉന്നയിക്കുന്നത്. അത് തികച്ചും വാസ്തവവിരുദ്ധമായ ആരോപണമെന്ന് ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട്. ഇക്കാര്യമൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ട് IT വകുപ്പിൻ്റെ വാദം ശരിവെച്ചുകൊണ്ട് പോലീസും രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇനി അന്വേഷണം ഏത് ദിശയിൽ മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.